പതുക്കെ കറക്കണം. വണ്ടി ഉണ്ടോ എന്ന് നോക്കണം. ബ്രേക്കിന് വിട്, ബ്രേക്കിന് വിട്ട് ഒറ്റ ചവിട്ട് വിട്ടരുത്. തിരിച്ചിറങ്ങി കറക്റ്റ്. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടും. നല്ല പേടിയുണ്ട് ഉണ്ടോ? ഓക്കെ പോട്ടെ. നമുക്ക് റൈറ്റ് ഇടാം. ബ്രേക്ക് പതുക്കെ, ക്ലച്ച് മുഴുവനും. ബ്രേക്കിന് വിട്ടേക്ക്, ബ്രേക്ക് ഔട്ട് നിർത്തിയേക്ക്. ഫസ്റ്റ് ഇട്ട് എടുക്കാം. കുഴപ്പമില്ല. നമ്മൾ ആ വണ്ടി പോയതിനു ശേഷം നമുക്ക് കടന്നു പോയാൽ ക്ലച്ചിന് പതുക്കെ വൈബ്രേഷൻ പോയിന്റ് നിർത്തിയേക്ക്. അല്ല ആക്സിലേറ്റർ കൊടുത്ത് പതുക്കെ എടുക്കും. കുറേ ആക്സിലേറ്റർ കൊടുത്ത് തിരിച്ചിറങ്ങി കൊള്ളാം. ക്ലച്ച് മുഴുവൻ ചവിട്ടി സെക്കൻഡ്. ഓക്കെ. ഇടയ്ക്ക് കൂടി ടൂ വീലറെല്ലാം കുത്തിക്കയറ്റാൻ ശ്രമിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്, കയറിപ്പോകാൻ ശ്രമിക്കരുത്. വരുന്ന വാഹനം കടത്തി വിട്ടതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കടന്നു പോയാൽ മതി. ഓക്കെ അല്ലേ? ആ പാലം കയറി നമുക്ക് ലെഫ്റ്റ് വരിക. പോട്ടെ. നമ്മൾ ഏത് ഗിയറിലാണ് പോണേന്ന് നമുക്ക് വ്യക്തമായിട്ടൊരു ബോധം വേണം. ഏത് ഗിയറിലാണ് പോണേ? സെക്കൻഡ് ഗിയറിൽ. ഹോൺ അടിച്ചൊന്ന് വണ്ടി വരുന്നുണ്ടെന്ന് അറിയിച്ച് അവൻ പല കാര്യങ്ങളും സംസാരിച്ചു പോകല്ലേ. ഓപ്പോസിറ്റുള്ള ഒന്ന് വെട്ടിച്ച് കഴിഞ്ഞാൽ അവൻ നമ്മുടെ സൈഡിലേക്ക് കയറി വരും. ലെഫ്റ്റിലേക്ക്, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ. ഇവിടെ എന്ത് മാത്രം ചവിട്ടി വളച്ചാൽ മതി? ബ്രേക്ക് മാത്രം, ക്ലച്ച് വേണ്ട. ബ്രേക്ക് ലൈറ്റ് ആവും. പതുക്കെ പതുക്കെ തിരിച്ചതേപോലെ കാർ മാറ്റി, ഇവിടെ നിന്ന് മാറ്റി വെക്ക്. ഓക്കെ ഗുഡ്. തിരിച്ചതേപോലെ വാ. ലെഫ്റ്റ് കീപ്പ് ചെയ്യും. ഇനി പോട്ടെ. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും വലത്തോട്ട് പിടിച്ചിട്ടാണ് ഗിയർ മാറുന്നത്. വലത്തോട്ട് പിടിച്ച് വലിച്ചിട്ടാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു സ്റ്റിയറിങ് ബാലൻസ് ചെയ്തിട്ട് എന്താണോ ഗിയർ മാറാം. അതിന് ഇച്ചിരി സമയം ഇച്ചിരി എടുത്തതെന്ന് പറഞ്ഞ വിഷയമൊന്നുമില്ല. കുറേ വരുന്ന വാഹനം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരും. കാരണം എല്ലാം ഒട്ടിച്ചിട്ടുണ്ടല്ലോ. ഇല്ല, കുറയത്തില്ല. നമ്മളത് മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമ്മുടെ കാര്യത്തിലൊന്നും പെട്ടെന്ന് സ്പീഡ് കൊടുക്കില്ല. ഞാൻ പറഞ്ഞുതരാം. ഒന്ന് സ്പീഡ് കൊടുത്തേ. സ്പീഡ് കൊടുത്താൽ കൊടുത്തോ. ഇനി ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആക്സിലേറ്ററിൽ കാല് മാറ്റിക്ക്, ക്ലച്ച് മുഴുവൻ ചവിട്ടിക്ക്. ഓക്കെ. ഇനി ആലോചിച്ചാൽ മതി, തേർഡാണോ ഫോർത്താണോ. ആലോചിച്ചതിന് ശേഷം ഇനി ഫോർത്ത് കയറിട്ട് തട്ടിഞ്ഞോട്ട് ക്ലച്ച് ഇന്നോട്ട് കൊടുക്കും. ആക്സിലേറ്റർ കൊടുക്കും. ഓക്കെ. ആക്സിലേറ്റർ കൊടുക്കും. കൊടുത്തില്ലെങ്കിൽ വേഗത കുറഞ്ഞ് പൊക്കൊണ്ടേയിരിക്കും. അവിടെ നല്ലൊരു കട്ടറാണ്. അപ്പോൾ എന്ത് ചെയ്യണം? വേഗത കുറയ്ക്കാൻ വേണ്ടി ആദ്യമേ ബ്രേക്ക് മാത്രം, ക്ലച്ച് കയറി ചവിട്ടരുത്. ബ്രേക്ക് മാത്രം. വേഗത കുറഞ്ഞു അല്ലേ? ഇനി ക്ലച്ച് ചവിട്ടും. ഇനി സെക്കൻഡ് ബ്രേക്കിൽ നിന്ന് വിട്ടെ. പതുക്കെ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് വിട്ട് പതുക്കെ പതുക്കെ. നല്ല കുഴിയാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ തന്നെയുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ ചവിട്ടി നിർത്തി ഏത് ഗിയറിൽ എടുക്കണം? ഫസ്റ്റ് ഗിയറിൽ തന്നെ എടുക്കണം. വണ്ടി റണ്ണിങ്ങിൽ തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏത് ഗിയറിൽ തന്നെ പോകണം? സെക്കൻഡ് ഗിയറിൽ പോകണം. ഓക്കെ. അത് ആ കുഴി നമുക്ക് കുറച്ചുകൂടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഒട്ടും കാണാൻ പറ്റാണ്ടായി. നമ്മൾ ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും നോക്കണം. റോഡിന് എത്ര സ്പേസ് ഉണ്ടോ, റോഡിൽ എന്തൊക്കെയുണ്ട്, എത്ര കാര്യങ്ങൾ നമുക്ക് വിസിബിലിറ്റി കിട്ടുന്നുണ്ട് എന്നെല്ലാം നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യണം? നോക്കണം. ശരി. ലെഫ്റ്റ് വന്നു. ഇത് നേരത്തെ പറഞ്ഞ പോലെ തേർഡ് ഗിയർ ഇടാൻ പോവാം. അപ്പോൾ സ്പീഡ് ചെയ്ത് ബാലൻസ് ചെയ്ത് ക്ലച്ച് മുഴുവൻ ചവിട്ടി ശബ്ദം കേൾക്കാതിരിക്കാൻ എന്റെ വണ്ടി ഇടുമ്പോൾ ശബ്ദം കേൾക്കും ചിലപ്പോൾ. അത് ക്ലച്ച് മുഴുവൻ ചവിട്ടാത്തതുകൊണ്ടാണ്. ഗിയർ ബോക്സ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. മനസ്സിലായോ? ഇച്ചിരി മാറ്റിയെടുത്ത് ഗ്യാപ്പ് വന്നില്ല. ആ ഗ്യാപ്പിൽ കയറ്റി വെക്കുക വാഹനം. അത് പതുക്കെ ലെഫ്റ്റിലേക്ക് പോവാം. തേർഡ് ഗിയർ ആണെന്ന് ഓർത്തോണം. അപ്പോൾ ഇത്രയും വേഗത കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ഗിയറിലേക്ക് പോകണം? സെക്കൻഡിൽ പോകണം. ഇപ്പോൾ ആക്സിലേഷൻ കൊടുക്കും. കൈ രണ്ടും ഒന്ന് പാരലായിട്ട് പിടിക്കാവോ? അതുകൊണ്ടാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് പാരലായി പോകുന്നത്. ഒന്നിപ്പം കൈ കയറ്റിയാണ് പിടിച്ചിരിക്കുന്നത്. നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരും. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങോട്ട് വരും ഓട്ടോമാറ്റിക്കലി. അതാണ് ഇങ്ങോട്ട് വരുന്നത്. കൈ രണ്ടും ഇപ്പോൾ എങ്ങനെ പിടിക്കണം? പാരലായിട്ട് പിടിക്കണം. അപ്പോൾ ആക്സിലേഷൻ കൊടുക്കും. നോർമലി സ്പീഡ് കൊടുക്കാം. ഗിയർ മാറാമല്ലോ. ബാലൻസ് ചെയ്തു ക്ലച്ച് മുഴുവൻ ചവിട്ടി തട്ടിങ്ങോട്ട് വിട്ടു. ആക്സിലേഷൻ പക്ക. മനസ്സിലായോ? അത് ആലോചിക്കാൻ ടൈം എടുത്തോ. അതിന് ശേഷം എന്ത് ചെയ്താൽ മതി? ഗിയർ മാറിയാൽ മതി. പക്ഷെ ഒരുപാട് നേരത്തേക്ക് ആലോചിക്കാൻ പറ്റില്ല. ഒന്നിൽ 3 സെക്കൻഡ് അല്ലെങ്കിൽ 4 സെക്കൻഡ്സ്. ഓക്കെ. 1 സെക്കൻഡ്സിൽ ഒരു കാര്യം എന്ത് ചെയ്യരുത്, പെട്ടെന്ന് ചെയ്യരുത്. വാഹനം നമ്മുടെ അണ്ടറിൽ വരും വരെ. ഓക്കെ അല്ലേ? ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം?
ക്ലച്ചും കൂടെ ചവിട്ടി തേർഡാക്കണം. ഓക്കെ ഗുഡ്. വിട്ടോട്. ബാലൻസ് ആയോ? പക്ഷെ എനിക്ക് ഇവിടെ ബൈക്ക് വെച്ചേക്കുന്ന പേടിയായി. ഇല്ല, അത് ഓൾറെഡി നമ്മൾ മാറ്റിയിട്ടാണല്ലോ ബാലൻസ് ചെയ്തത്. നമ്മൾ ഇങ്ങോട്ട് വെട്ടിച്ചില്ലല്ലോ, നേരെ തന്നെ പോയപ്പോൾ. ഇവിടെ നോക്കിക്കുക, ആ സൈക്കിളിൽ നമ്മൾ ഇടിക്കുമോ? ഇടിക്കത്തില്ല. ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ. പിന്നെ വാഹനം എന്ത് ചെയ്യാൻ പാടില്ല? ലെഫ്റ്റിലേക്ക് പോകാൻ പാടില്ല. ഇതിന് നമ്മൾ ഇടിക്കുമോ? ഇച്ചിരി ഗ്യാപ്പിട്ട് ഇടിക്കത്തില്ല. അത് തന്നെയാണ് നമ്മുടെ കാൽക്കുലേഷൻ. അത് മുഴുവത്തെ കാണുമ്പോൾ ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ. മനസ്സിലായോ? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് പതുക്കെ ഒന്ന് ബ്രേക്ക് ചവിട്ടിക്ക്, ക്ലച്ച് മുഴുവൻ ചവിട്ടിക്ക്, ബ്രേക്ക് ചവിട്ടി ഇവിടെ നിർത്തും. ഓക്കെ, എഗെയിൻ നമ്മൾ വീണ്ടും ഇവിടുന്ന് വാഹനം ഒതുക്കിയിരിക്കുകയാണ്. നമുക്ക് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് എന്ത് ചെയ്യണം? പോകണം. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നത് പുറകെ വരുന്ന വാഹനത്തിൽ നമ്മൾ റൈറ്റിലേക്ക് എടുക്കാനും അറിയിക്കാനും കൂടിയാണ്. എന്നാൽ നമ്മൾ കയറിയിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? റൈറ്റിലേക്കാണ് പോകുന്നത്. ഇനി ഏത് ഗിയറിൽ എടുക്കണം? നമ്മൾ ഫസ്റ്റ് ഗിയറിൽ എടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ഹാഫ് ക്ലച്ചിൽ വൈബ്രേഷൻ പോയിന്റ് നിർത്ത്. ഹോൾഡ് ഓൺ. ഇനി ബ്രേക്കിൽ നിന്ന് പതുക്കെ കാല് മാറ്റി നോക്കും. ക്ലച്ചിൽ നിന്ന് കാലെടുക്കരുത്, അവിടെ ഹോൾഡ് ആയിരിക്കും. ഇനി പതുക്കെ ആക്സിലേഷൻ കൊടുത്തിട്ട് എന്തിൽ നിന്ന് കാലെടുക്കത്തുള്ളൂ? ആ, പതുക്കെ ആക്സിലേഷൻ കൊടുക്കുക. ഗുഡ്. ഇനി ആക്സിലേഷൻ കൊടുക്കരുത്, വണ്ടി കയറി മുകളിലെത്തും വരെ. ഓക്കെ. അഥവാ എന്തെങ്കിലും വന്നാൽ തന്നെ എന്താ ചവിട്ടണ്ടേ? ബ്രേക്കും ക്ലച്ചും ചവിട്ടണം. നമ്മൾ മധ്യഭാഗത്തേക്ക് പോവാം. പതുക്കെ ഇരു സൈഡ് നോക്കും റോഡിൻ്റെ. അല്ല, പതുക്കെ റണ്ണിങ്ങിലാണെങ്കിൽ നമുക്ക് കയറിപ്പോള്ള സ്പേസ് ഉണ്ടായിരുന്നു അവിടെ. അഗെയിൻ ആ ക്ലച്ച് ആ വാഹനം വളയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇതിങ്ങനെയാണ് പോകേണ്ടത്. തെറ്റിച്ചാ വളയ്ക്കുന്നത്. കാരണം ഇവിടുന്ന് വരുന്നവരെല്ലാം ലെഫ്റ്റ് കീപ്പ് ചെയ്ത് പോകും. കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കറക്റ്റ് അല്ല, അത് കുറച്ചുകൂടെ സെൻറ്റർ വന്നിട്ട് വേണം വളയ്ക്കാൻ. ഓക്കെ. ഇനി പതുക്കെ ആക്സിലേഷൻ കൊടുത്തരുത്. പതുക്കെ ആക്സിലേഷൻ കൊടുക്കും. ബ്രേക്കിന് വിട്, ആക്സിലേഷൻ കൊടുക്കും. നമ്മൾ വൈബ്രേഷനിൽ നിർത്തിയിരിക്കുമല്ലേ, എന്ന് വെച്ചാൽ ഹാഫ് ക്ലച്ചിൽ നിർത്തിയിരിക്കുകയാണ്. പതുക്കെ പതുക്കെ മതി, പതുക്കെ മതി. മുന്നോട്ട് വന്നു, തിരിയുന്ന റോഡിൻ്റെ അടുത്ത വശം. ഓക്കെ, പക്ക. തിരിച്ചിറങ്ങി. അപ്പോൾ റൂൾ അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാകത്തില്ല. മനസ്സിലായോ? ക്ലച്ച് ഒരു സെക്കൻഡാക്കി തടസ്സങ്ങളെല്ലാം ഒരുവിധം നമുക്ക് എന്ത് കിട്ടും? ഒഴിഞ്ഞു കിട്ടും. ഓവർടേക്ക് ചെയ്ത് നമ്മളൊന്നും പെട്ടെന്ന് ചെയ്യണ്ട. ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായോ? അപ്പോൾ നമ്മൾ എത്ര വർഷമായി ലൈസൻസ് എടുത്തിട്ടെന്ന് പറഞ്ഞാൽ? 11 വർഷമായി അല്ലേ? 11 വർഷത്തിനൊക്കെ ഇങ്ങനെയൊന്നും ഡ്രൈവ് ചെയ്തിട്ടുണ്ടോ? ഞാൻ അതിനുശേഷം വണ്ടി തൊട്ടിട്ടില്ല. സീറ്റിൽ പോലും കയറിയിട്ടില്ല. ഇപ്പൊ കുറച്ച് കോൺഫിഡൻസ് ആയില്ലേ? കുഴപ്പമില്ല. ഇന്നലെ ഞാൻ കുറച്ച് എടുത്ത്, പക്ഷെ ഒരു ഓട്ടോക്കാരൻ ഫ്രണ്ടിൽ വന്നിട്ട് ഞാൻ എന്റെ സൈഡിൽ കൂടെ തന്നെ പോയത്. ഓട്ടോക്കാരൻ ഇപ്പുറം സൈഡിൽ കൊണ്ടുവന്നു. പുള്ളി വിചാരിച്ച് ഞാൻ മാറുമെന്ന്. അവസാനം ഞാനും വെട്ടിച്ച് പുള്ളിയും വെട്ടിച്ച്. അപ്പൊ ഞാൻ ശരിക്കും പേടിച്ചു പോയി. ആ വാഹനത്തിൽ എല്ലാം ഒട്ടിച്ചിട്ടില്ലായിരുന്നു? ഓട്ടോലോ? അല്ല, എന്റെ വാഹനത്തിൽ ഒട്ടിച്ചായിരുന്നു. അപ്പൊ അതായത് പുള്ളി കണ്ടിട്ടില്ല. എല്ലാം ഒട്ടിച്ച് എല്ലാ വണ്ടിയായിട്ട് 50 മീറ്റേഴ്സ് മറ്റുള്ള വാഹനം നമ്മൾ കീപ്പ് ചെയ്യണം. ഇതിലെയാണ് വന്നത്. ഓപ്പോസിറ്റ് ആണോ വന്ന് കയറി? ഓ, ഞാൻ എന്റെ കറക്റ്റ് സൈഡിൽ കൂടാണ്, ഈ വരയുടെ തൊട്ട് ഇപ്പുറത്തൂടെ. പുള്ളി ഇപ്പുറത്തൂടെ എടുത്തോണ്ട് വന്നു. പുള്ളി ഞാൻ മാറ്റി കൊടുക്കുമെന്ന് വെച്ചാൽ ഞാൻ മാറ്റി കൊടുത്തില്ല. കാരണം ഞാൻ വെട്ടിച്ചില്ലായിരുന്നു, ഇടിച്ചേനെ അല്ലേ? നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് പോകാം. ആ, ക്ലച്ച് ഒരിക്കലും ചവിട്ടരുത്. ബ്രേക്ക് പതുക്കെ ചവിട്ടിക്കും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? പതുക്കെ വളച്ചു. ലെഫ്റ്റ് കീപ്പ് ചെയ്ത് വളയ്ക്കും. വളച്ചു കൊടുക്കും. പതുക്കെ ബ്രേക്ക് ചെയ്യുന്നോട്ട് തിരിച്ചു ഇറങ്ങി. പതുക്കെ. ഓക്കെ, ഗുഡ്. ആക്സിലേഷൻ കൊടുക്കും. അത് നമുക്ക് എല്ലാ സ്ഥലത്തും ക്ലച്ച് ചവിട്ടേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞാൽ? ഇല്ല അല്ലേ? ഓക്കെ. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇന്ന് സ്വന്തം വാഹനം ഇതേപോലെ തന്നെ കീപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്യാമല്ലോ. ഓക്കെ അല്ലേ?